ഈ വർഷം അറ്റ്ലീസ്റ്റ് ഒരു 3 രാജ്യങ്ങളെങ്കിലും കാണണമെന്നുള്ളത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം കേട്ടോ. നാട്ടിൽ പോയതും കൂടെ കൂട്ടുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3 രാജ്യത്തേക്ക് പോയി കഴിഞ്ഞു. നമ്മൾ മാൾട്ടയിലേക്ക് കേട്ടോ വന്നേക്കുന്നത്. ഷെങ്കൻ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഇതാണ്. നമ്മൾ യൂറോപ്പിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ അധികം എക്സ്പെൻസ് ഒന്നും ആവത്തില്ല. നമുക്ക് ഫ്ലിസ് ബസ്സും അതേപോലെ ഫ്ലൈറ്റ് ആണെങ്കിലും നമ്മൾ ഫ്ലൈറ്റിലാണ് മാൾട്ടയിലേക്ക് വന്നത്. പക്ഷേ ഫ്ലൈറ്റിലാണെങ്കിലും നമുക്ക് അധികം പൈസയൊന്നും ആയിട്ടില്ല. നമ്മളവിടെ എത്തിയിട്ട് നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ കഴിക്കാനായിട്ട് പോയത്. നമുക്ക് സ്ലോവേനിയയിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ്. കമ്പാരിറ്റീവ്ലി മാൾട്ടയിൽ എനിക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഭയങ്കര ചീപ്പായിട്ട് തോന്നി. മാൾട്ട സത്യം പറഞ്ഞ ഒരു സമ്മർ കൺട്രി ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു യൂറോപ്യൻ കൺട്രിയുടെ ഒരു വൈബല്ല മാൾട്ടയ്ക്കുള്ളത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു ഗൾഫ് കൺട്രിയുടെ ഒക്കെ വൈബാണ് തോന്നിയത്. പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും നൈറ്റ് ലൈഫ് അധികം ഇല്ല, പക്ഷേ മാൾട്ടയിൽ അത്യാവശ്യം നൈറ്റ് ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബീച്ചസ് ആണ് മെയിൻ അട്രാക്ഷൻ മാൾട്ടയുടെ. മാൾട്ട ഒരു കുഞ്ഞു രാജ്യമാണ് കേട്ടോ. സ്ലോവേനിയക്കാട്ടിലും കുഞ്ഞു രാജ്യമാണ് മാൾട്ട. പക്ഷേ ടൂറിസം അടിപൊളിയായിട്ടുള്ള ഒരു രാജ്യം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, പ്രത്യേകിച്ച് സമ്മർ ആകുമ്പോഴത്തേക്കും. ബീച്ചസ് ഒക്കെ 2 ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. 2 ദിവസം കൊണ്ട് നമുക്ക് അധികം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. നമ്മൾ വെലൈറ്റ മാത്രം ഒന്ന് കവർ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ വെലൈറ്റയാണ് ക്യാപിറ്റൽ മാൾട്ടയുടെ. 2 ദിവസം നമ്മൾ ഇന്ത്യൻ ഫുഡായിരുന്നു കൂടുതലും കഴിച്ചത്. ഇത് അവിടുത്തെ ഒരു ഒതന്റിക് ഫുഡാണ്. നമ്മളത് പോകാൻ നേരത്തായിരുന്നു സത്യം പറയാൻ മേടിച്ച് കഴിച്ചത്. പിന്നെ ഡെയറി മിൽക്ക് നമുക്ക് സ്ലോവേനിയയിൽ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ കണ്ടപ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.